നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂവപ്പള്ളിയിലേത് കൊലപാതകമാണെന്നും മറ്റൊന്ന് ആത്മഹത്യയാണെന്നും പലരും കരുതിയിരുന്നത്. എന്നാൽ ചില സൂചനകൾ പുറത്തു വരുന്നത് രണ്ടും കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂവപ്പള്ളിയിലേത് കൊലയും ആത്മഹത്യയും എന്ന തിയറി സജീവമാക്കി പോലീസ്. യുവതിയെ കൊന്ന് യുവാവ് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. പണം വാങ്ങി ഒന്നിച്ച് ജീവിക്കാമെന്ന ഉറപ്പിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ട്യൂഷൻ സെന്റർ അടച്ചുപൂട്ടി യുവതിക്കൊപ്പം ചെന്നു. വീട് പണി കഴിഞ്ഞതോടെ യുവതി നിലപാട് മാറ്റി. ഇത് തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം യുവാവിന്റെ കാല് നിലത്താണ് തൊട്ടിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത് ആരോ കൊന്നതായിരിക്കാം, മൂന്നാമതൊരാൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന തിയറിയും പരന്നിരുന്നു. എന്നാൽ പോലീസ് അതിനൊന്നും തന്നെ മുഖവര കൊടുക്കുന്നില്ല. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന യുവാവാണ് യുവതിയെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതക കാരണമെന്നും മറ്റ് ദുരൂഹതകളില്ലെന്നും പോലീസ് അറിയിച്ചു. ഇടുക്കി കല്ലാർ സ്വദേശി ഷേർലി മാത്യു എന്ന 45 വയസ്സുകാരിയെ കോട്ടയം ആലുമൂട് സ്വദേശി ജോബ് സക്രിയ എന്ന 38 വയസ്സുകാരനാണ് കഴുത്ത് മുറിച്ചു കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. എന്നാൽ രണ്ടുപേരെയും കൊന്നതാണ് എന്ന് ജോബിന്റെ കുടുംബവും പറയുന്നു. ഇതിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നുമില്ല. സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. കൂവപ്പള്ളിയിൽ ഷേർലി 6 മാസം മുമ്പ് വീട് വെച്ച ശേഷം ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം. വീട് പണിയാൻ ഉൾപ്പെടെ ജോബിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു. വീട് പണി കഴിഞ്ഞ ശേഷം ഇയാളെ ഒഴിവാക്കാൻ മറ്റൊരാളുമായി 4 മാസം മുമ്പ് ഷേർലി അടുപ്പമുണ്ടാക്കിയതായാണ് കൊലയ്ക്ക് കാരണമായതെന്നും പോലീസ് പറയുന്നു. ജോബിനോട് കൂവപ്പള്ളിയിലേക്ക് ഇനി ചെല്ലരുതെന്നും ഒരുമിച്ച് കഴിയാൻ താല്പര്യമില്ലെന്നും ഷേർലി നിലപാട് സ്വീകരിച്ചതോടുകൂടി ജോബ് പ്രകോപിതനായി. ഷേർലിയോടൊപ്പം ഒരുമിച്ച് കഴിയാമെന്നും കരുതിയായിരുന്നു ഇയാൾ വീട് പണിക്കും മറ്റുമായി തന്റെ ബാങ്ക് നിക്ഷേപം എടുത്ത് നൽകിയത്. ഇതുകൂടാതെ ജോബ് കോട്ടയം താഴത്തങ്ങാടിയിൽ വലിയ വരുമാനത്തോടെ നടത്തിയിരുന്ന ട്യൂഷൻ സെന്റർ കഴിഞ്ഞ വർഷം പ്രവർത്തനം നിർത്തിയിരുന്നു. ഷേർലിയോടൊപ്പം പോയി താമസിക്കാനാണ് ട്യൂഷൻ സെന്റർ നടത്തിയതെന്നും പോലീസ് പറയുന്നു. ജോബിനെ ഒഴിവാക്കാൻ ഷേർലി ശ്രമിച്ചതോടെ ഇരുവരും തമ്മിൽ കലഹമായി. പണം തിരികെ കിട്ടിയേ മതിയാകൂ എന്നായിരുന്നു ജോബിന്റെ നിലപാട്. ഇതിനിടെ കലഹം രൂക്ഷമായതോടെ ജോബിനെതിരെ കാഞ്ഞിരപ്പള്ളി പോലീസിൽ ഷേർലി പരാതി നൽകി. എന്നാൽ പോലീസ് വിശദമായ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സഹകരിക്കാൻ ഷേർലി താല്പര്യം കാണിച്ചില്ല. ഇതിനിടെ തന്റെ പണം തരണമെന്ന കടുത്ത നിലപാട് ജോബ് സ്വീകരിച്ചതോടുകൂടി ഇരുവരും തമ്മിൽ പ്രശ്നം വഷളായി. ഇതിനിടെ ഷേർലി മാനസിക ആശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ജോബും ഷേർലിയുടെ ആദ്യ ഭർത്താവിന്റെ മകനും ചേർന്ന് കൊച്ചിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ യാത്രയിലും തിരികെ വന്ന ശേഷവും ഇരുവരും തമ്മിലെ തർക്കം രൂക്ഷമായി. ജോബ് തന്നെ വകവരുത്തുമെന്ന അടുത്തിടെ പരിചയത്തിലായ സുഹൃത്തിനെ ഞായറാഴ്ച വൈകുന്നേരം 5-ന് ഷേർലി ഫോണിൽ അറിയിച്ചിരുന്നു. തിരികെ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടുകൂടിയാണ് ഇദ്ദേഹമാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചതും തുടർന്ന് വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയതും. സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കൃത്യത്തിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയതിനാൽ തന്നെ വിട്ടയച്ചു. ഈ സുഹൃത്തിനെതിരെ ഒരു തെളിവുമില്ലെന്ന നിലപാടിലാണ് പോലീസ്. ഇത് ജോബിന്റെ കുടുംബം അംഗീകരിക്കുന്നില്ല. എന്തായാലും ഈ സുഹൃത്തിനെ പോലീസ് ഒന്നുകൂടെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ മൂന്നാമതൊരു കണ്ണിയുണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കം തന്നെയാണോ ഇത്തരത്തിലുള്ള കാരണം? അതായത് ഇത്തരത്തിൽ ജോബ് ഇവരെ കൊല്ലുമെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോബ് കൊന്നതായിരിക്കും. ഇല്ലെങ്കിൽ ജോബിന് അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണല്ലോ. സാങ്കേതിക വിദ്യയിൽ വളരെ മുൻപന്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. കുരുട്ട് ബുദ്ധികളാണ് പലർക്കും. അതുകൊണ്ട് തന്നെ ക്രിമിനൽ ബുദ്ധിയൊക്കെ തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കുരുട്ട് ബുദ്ധികൾ ഇവിടെ പ്രവർത്തിക്കാം. അതുകൊണ്ട് കൃത്യമായി തന്നെ അന്വേഷണം വേണം. ജോബിന്റെ വീട്ടുകാർ പറയുന്നത് കൂടി പോലീസ് മുഖവിലയ്ക്ക് എടുക്കണമെന്ന് തന്നെയാണ് അവരുടെയും ആവശ്യം.